ഉസ്താദിന് മുടി കിട്ടുന്നത് അബുദാബി എന്നാണ്. അബുദാബിയിലെ മുഹമ്മദ് ഹസറജി എന്ന് പറയുന്ന ഒരു ഷെയ്ഖ്, ഇവർക്ക് മറ്റൊക്കെ ആൾക്കാർ അവിടെ ഉണ്ട്. ഹസറജി ഇതെങ്ങനെ കൊടുക്കാൻ കാരണം, ഹസറജി ഒരു റസൂദാൻ സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടപ്പോ സ്വപ്നത്തിൽ വെച്ച് റസൂദ പറഞ്ഞതാണെന്ന്, നിങ്ങൾ വെറുതെ മുടിക്കെട്ട് വെച്ചിരുന്നിട്ട് യാതൊരു കാര്യമില്ല, കേരളത്തിലാണ് അവിടെ ഏൽപ്പിച്ച കച്ചവടേക്കുള്ളത്. അങ്ങനെ റസൂദ സ്വപ്നത്തിൽ നിർദ്ദേശിച്ചു. നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ എന്ത് ചെയ്തത്, ഈ മുടിക്കെട്ട് കാന്തപുരം ഉസ്താദിനെ ഏൽപ്പിച്ച്. ഇവിടെ ഇരിച്ചു സമയമില്ല. ഇതേ കാന്തപുരം ഉസ്താദ് മലയാള ഭാഷയിൽ എഴുതിയിരിക്കുന്ന ഒരു പുസ്തകത്തിന്റെ അവതാരികൻ. അതിൽ പറഞ്ഞാൽ പ്രവാചകന്മാരുടേതല്ലാത്ത ഒരാളുടെയും സ്വപ്നം ദീനിൽ തെളിവല്ല. പ്രവാചകന്മാരുടേതല്ലാത്ത ഒരാളുടെയും സ്വപ്നം ദീനിൽ തെളിവല്ല. പ്രവാചകന്മാരുടെ സ്വപ്നം മാത്രമേ തെളിവുള്ളൂ. കാരണം അത് വഹയാണ്. ആണ് ശരിയാണോ പറഞ്ഞത്? അത് ശരിയാണ്. എന്നിട്ട് പറയുന്നു സ്വഹാബികളുടെ പോലും സ്വപ്നം ദീനിൽ തെളിവല്ല എന്ന് കൂടി എഴുതിയിട്ടുണ്ട്. ആ എഴുതി വെച്ചിരിക്കുന്ന ആളാണെന്ന് പറയുന്നത് ഏതോ ഒരു ഹദ്റത്ത്, പ്രവാചക തിരുമേനി മരണപ്പെട്ട് 1400 കൊല്ലം കഴിഞ്ഞ് ഇന്ന് ആളുകളെ പറ്റിക്കാൻ ഇരിക്കുന്ന ഒരു ഹദ്റത്ത്. അയാള് സ്വപ്നം കണ്ടുപോലും ഇത് അല്ലാഹു റസൂലിന്റെ മുടിയാണെന്നും റസൂലുള്ളാഹി വന്നിട്ട് സ്വപ്നത്തിൽ വന്ന് നിർദ്ദേശിച്ചുവെന്നും ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുടി ഇവിടെ കച്ചവടത്തിന് വിളിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇത് സ്ഥാപിക്കുവാൻ വേണ്ടി 40 കോടിയുടെ പള്ളി, 40 കോടിയുടെ പള്ളി, 25,000 ആൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി. കേരളത്തിലെ ഏത് പള്ളിയിലെ 25,000 ഏത് സ്ഥലത്താണ് ആളുകൾ? ഒരു ജമാഅത്തിന് ഒരു വക്തിന് 25,000 ആള് പങ്കെടുക്കാൻ ഏത് സ്ഥലത്താണ് ആളുകൾ? മുടി സൂക്ഷിക്കുവാൻ വേണ്ടി. ഇതെന്ന് പറയുന്നത് പുതിയൊരു പ്രതിഷ്ഠയാണ്. ഒരു പ്രതിഷ്ഠ, അമ്പലത്തിലെ പ്രതിഷ്ഠ വെക്കുന്നത് പോലെ ആരാധിക്കുവാൻ വേണ്ടി വെക്കുന്ന പ്രതിഷ്ഠ. അതിന് പ്രവാചകന്റെ പേരിട്ട് വെച്ചാൽ അത് ചെലവാകും, അതിന് ആളുകൾ പണം കൊടുക്കും. കോടികൾ പിരിക്കാൻ വേണ്ടി ഇദ്ദേഹം എന്ത് ചെയ്തു? കേരളം മുഴുവൻ യാത്ര ചെയ്തു. ആ യാത്രക്ക് വേറെ ലക്ഷ്യം കൂടി. കേരളത്തില് ഏതോ ഒരു കോടതി വിധി ഉണ്ട്. എന്താണ്? ബക്കറ്റ് പിരിവിന് ഇൻകം ടാക്സ് കൊടുക്കണ്ടാവും. ഇപ്പോഴും കണ്ടിട്ടുണ്ടോ? രാഷ്ട്രീയക്കാരൊക്കെ കോടികൾ കയ്യിലുണ്ടെങ്കിലും അവർ എല്ലാ സമ്മേളനത്തിലും ബക്കറ്റ് പിരിവുണ്ടാവും. അതിനാ ബക്കറ്റിലൂടെ വരുന്ന പൈസക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ടതില്ലാത്തതിനാൽ വന്ന കാശ് മുഴുവനും ബക്കറ്റ് വഴിയാണ് വരുത്തി തീർക്കാൻ. ഇയാള് കോടിക്കണക്കിന് രൂപ ബ്ലാക്ക് മണി വൈറ്റാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോ അത് വൈറ്റാക്കുന്നതിന്റെ ഭാഗമായി ഇൻകം ടാക്സ് കൊടുക്കാതിരിക്കാൻ നടത്തിയിരിക്കുന്ന ബക്കറ്റ് യാത്രയാണ് ചേർത്ത് കഴിഞ്ഞത്. അത് ഒളിപ്പിക്കാൻ ഏക ഏർപ്പാട്. ഇങ്ങനെ തട്ടിപ്പും വെട്ടിപ്പും അതിൽ ഡോക്ടറേറ്റ് വാങ്ങി നടക്കുന്ന ഒരു പണ്ഡിതൻ, ഒരു മഹാപണ്ഡിതൻ. ആ പണ്ഡിതനെ കുറിച്ച് ഇപ്പോഴത്തെ അവസ്ഥ, ഇയാളെ കുറിച്ച് സ്വപ്നം കാണാനായിട്ട് കുറച്ച് ആൾക്കാരെ ലഭിച്ചു. ആരെക്കുറിച്ച്? ഇയാളെ കുറിച്ച്, ഈ കാന്തപുരം ഉസ്താദിനെ കുറിച്ച് ഇങ്ങനെ സ്വപ്നം കണ്ടുകൊണ്ടേയിരിക്കുന്നത്. ഈ കരുതലും ഒരു പൊരനെ പറ്റി അയാൾക്ക് ഉറങ്ങാൻ പറ്റില്ല. കാരണം ഉറങ്ങിയ സ്വപ്നം കാണും, ഉറങ്ങിപ്പോകാൻ സ്വപ്നം കാണും. അവിടെ ഉറങ്ങാൻ പറ്റില്ല. അമ്മ കഥ ഇരിക്കട്ടെ. ഈ സ്വപ്ന കഥകളുമായി ബന്ധപ്പെട്ട ചില ഭാഗങ്ങൾ കേട്ട് നമുക്ക് മനസ്സിലാവും. അതിലൊന്നും അറിയാം, ഇയാള് ഇയാളുടെ ഒരു അനുയായി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ CM വലിയുള്ളാഹിയുടെ ചേർത്ത് അപ്പോഴൊക്കെ അവിടുന്ന് കാന്തപുരത്തിന്റെ വിവരം ചോദിക്കുന്നു. അങ്ങനെ ഇയാൾ ഒരിക്കൽ എന്ത് ചെയ്തു? അജ്മീറിൽ പോയി. അജ്മീറിൽ പോയപ്പോ അജ്മീറിലെ ഖാൻ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയാള് ഈ ചെന്നാളോട് ചോദിച്ചു, എന്താണ് ഉസ്താദിന്റെ വിവരം? ആ ഉസ്താദിന്റെ വിവരം പറഞ്ഞു കൊടുത്തു. എന്നിട്ട് ഇയാൾ അങ്ങോട്ട് ചോദിച്ചു, നിങ്ങള് നമ്മുടെ ഉസ്താദിന്റെ സ്ഥാനം എന്താണ്? അപ്പോ ഖാദ പറഞ്ഞു പോലും അദ്ദേഹം ഇസ്ലാമിന്റെ ഒരു നെടുന്തൂണാണ്. അപ്പൊ വീണ്ടും ചോദിക്കാം, ഞാൻ ചോദിച്ച അതല്ല, ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ ഉസ്താദിന്റെ സ്ഥാനം എന്താണ്? മറുപടി എന്താ അറിയോ? ലോകത്തെമ്പാടുമുള്ള ഞങ്ങൾ കുറെ ഔലിയാക്കന്മാർ, മരിച്ചുപോയ ഔലിയാക്കന്മാര്, ആ ഔലിയാക്കന്മാർക്ക് ഒരു ഷൂറയുണ്ട്, ഒരു ബോഡി. ആ ബോഡിയിലെ മെമ്പറാണ് ജീവിച്ചിരിക്കുന്ന കാന്തപുരം ഉസ്താദ്. ആ ഭാഗം അതിനുവേണ്ടി വിചാരണ ചെയ്തു. അന്ന് രാത്രി ഖാജയെ ഞാൻ കണ്ടു. ഖാജയോട് ഞാൻ ചോദിച്ചു, എന്നോട് CP ഉസ്താദ് അവരെ വീട്ടിൽ നിന്ന് പറഞ്ഞതാ. CP ഉസ്താദ് നേരിട്ട് പറഞ്ഞ. ഞാൻ ഖാജയോട് ചോദിച്ചു, ഖാജ ഞങ്ങളുടെ ഉസ്താദിന്റെ സ്ഥാനം ഏതാണ് എന്ന് ഞാൻ ഖാജയോട് ചോദിച്ചു. AP ഉസ്താദിന്റെ സ്ഥാനം ഏതാണ്? അപ്പൊ ഖാജ പറഞ്ഞു,
റുക്നും മിൻ അർക്കാനിൽ ഇസ്ലാം, ഇസ്ലാമിന്റെ ഒരു നെടും തൂണാണെന്ന് എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ഹാജയോട് പറഞ്ഞു, ഇസ്ലാമിന്റെ തൂണാണെന്നത് ഞങ്ങൾക്ക് തന്നെ അറിയാം. അതല്ല ഞാൻ ചോദിക്കുന്നത്, ഔലിയാക്കളുടെ കൂട്ടത്തിൽ, ഔലിയാക്കളുടെ വിഭാഗത്തിൽ ഞങ്ങളുടെ ഉസ്താദിന് വല്ല സ്ഥാനവുമുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഉടനെ തന്നെ ഹാജ എന്നോട് പറഞ്ഞു, ഞങ്ങൾ ഔലിയാക്കൾക്ക് ഇന്ത്യ രാജ്യത്തുനിന്ന് മാത്രമല്ല മൊത്തമുള്ള ഔലിയാക്കൾക്ക് ഒരു ശൂറയുണ്ട്, ഒരു മുശാവറയുണ്ട്. ആ മുശാവറയിൽ ഒരു പ്രധാന അംഗമാണ് AP എന്ന് ഖാജ എന്നോട് പറഞ്ഞു, എന്ന് CP ഉസ്താദ് എന്നോട് പറഞ്ഞു. ഒരു ഖാജ, അജ്മീർ ഖാജ, അയാളെ ജീവിച്ചിരിക്കുന്ന ആളോട് പറഞ്ഞു, എന്ത്, കാന്തപുരം ഉസ്താദ് മരിച്ചുപോയിരിക്കുന്ന ഔലിയാക്കന്മാരെല്ലാം കൂടി കൂടുന്ന ശൂറയിലെ മെമ്പറാണ്. ഇതിനൊക്കെ നമ്മളെ മറുപടി സ്വയം ഓരോരുത്തരും കണ്ടെത്തല്ലാതെ വേറെ മാർഗമില്ല. ഇതൊരു സ്വപ്നമാണ്. ഞാൻ അടുത്ത സ്വപ്നം എന്താ അറിയാം, ഇവരുടെ വേറൊരു ഉസ്താദുണ്ട്, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അദ്ദേഹത്തെ മദീനത്തിൽ എന്നപ്പോ പ്രവാചക തിരുമേനി പിന്നെ എന്താണ് പ്രവാചകന്റെ ഖബറിടത്തിലേക്ക് കൂടെ മാടി പിടിച്ചു. അങ്ങനെ മാടി പിടിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, ഞാൻ കഴിഞ്ഞ വർഷം വന്നപ്പോ നിങ്ങളോട് പ്രവാചകനോട് ഒരു വാഗ്ദത്തം ചെയ്തിരുന്ന ഞാൻ ഇങ്ങോട്ട് വരില്ല. എന്താ പറയാ, ഭയങ്കര തിരക്കാണ്, ഭയങ്കര തിരക്കുള്ള സമയത്ത് ഇങ്ങോട്ട് വരില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഇങ്ങോട്ട് വരാൻ പറ്റൂല. അപ്പൊ റസൂൽ വീണ്ടും വിളിച്ചു പോലും, നിങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഇവിടെ ഉണ്ട്. അങ്ങനെ ചെന്ന് നോക്കുമ്പോഴോ, തിക്കിത്തിരക്കി ചെന്ന് നോക്കുമ്പോൾ പ്രവാചകന്റെ അരികിൽ ഇരിക്കുന്നു. ആരെ? ഷെയ്ഖ് അബൂബക്കർ, കാന്തപുരം പ്രവാചകന്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുന്നു. ആ ഭാഗത്ത് ഉസ്താദ് ഒരു ആശിഖായിരുന്നു. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ റൗലേക്ക് വിളിച്ചിരുന്നോ? ഒരു സദസ്സെന്നാ ഞാൻ ചോദിച്ചത്. അപ്പൊ അറബിയിൽ എന്നോട് മറുപടി പറഞ്ഞു, അതെ വിളിച്ചിട്ടുണ്ട്. ആ സദസ്സിലേക്ക് ഞാൻ മദീനത്ത് ചെന്നാൽ തിക്കും തിരക്കും കൂടി ഇനി നബിന്റെ അടുത്തേക്ക് വരൂല എന്ന് ഞാൻ തീരുമാനം നബിനോട് തന്നെ പറഞ്ഞതാ. അവിടെ പോയാൽ തിക്കില്ലാതെ അവിടെ കയറാൻ കഴിയില്ല, റൗദയിലും. അപ്പൊ അങ്ങനെ പറഞ്ഞതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആ കരാറിലാണ് ഞാൻ നാട്ടിൽ പോന്നീന്. പിറ്റത്തെ ഹജ്ജിന് പോയപ്പോ തിരക്കുള്ള സ്ഥലത്ത് നിന്ന് ഞാൻ അങ്ങോട്ട് മാറി ബാബുസലാമിലൂടെ ഞാൻ റൗദയിലേക്ക് പോകാനുള്ള താല്പര്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുക. പക്ഷേ തിക്കുണ്ടായതുകൊണ്ട് വരൂലാർന്നല്ലേ. അപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ എന്നെ മാടി വിളിച്ചു. സ്വപ്നമല്ല സഹോദരന്മാരെ, സ്വപ്നമല്ലേ പറയുന്നത്, എന്നെ മാടി വിളിച്ചു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ ഇവിടെ ഉണ്ടെന്ന നിലക്ക് റസൂൽ എന്നെ മാടി വിളിച്ചു. ഞാൻ പറഞ്ഞു അവിടെ തിക്കും തിരക്കുമാണ്. കൊണ്ടൂർ സാഹ് പറയാ, അറബിയിൽ എന്നോട് പറഞ്ഞതാ. അപ്പൊ റസൂലുള്ള പറഞ്ഞു, അതിന് പരിഹാരമുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് വരിക. ഞാൻ ആ ബാബുസലാമിനോട് അങ്ങ് ചെന്നപ്പോൾ കുണ്ടൂർ സാഹിനോട് പറഞ്ഞ വാക്കാ ഞാൻ പറഞ്ഞു, ഫൗനാക ഷെയ്ഖ് അബൂബക്കർ, അവിടെ ബഹുമാനപ്പെട്ട AP ഉസ്താദ് ഇരിക്കുന്നുണ്ട്, അവിടേക്കാണ് എന്നെ വിളിച്ചത്. റസൂലുള്ളാഹിന്റെ കൂടെ കാന്തപുരം AP അബൂബക്കർ ഉസ്താദ് ഇരിക്കുന്നു. സ്വപ്നമല്ല, നേർക്ക് നേരെ സംഭവിച്ചാണ്. എന്താണ് സുഹൃത്തുക്കളെ, കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാരെ മദീനത്ത് എന്നിട്ട് റസൂലുള്ളാഹി കുണ്ടൂരിനെ മാടി വിളിച്ചു. എങ്ങനെ മാടി വിളിച്ചത്? എങ്ങനെയായിരിക്കും? അവിടെ ചുറ്റിപ്പറ്റിക്കണ ആരും കണ്ടില്ല. ഒരു നേരം മനുഷ്യനൊരു നേരം അവിടെയല്ലോ, എന്നിട്ട് അവരാരും കണ്ടില്ല. റസൂലുള്ളാഹി അവിടെ നിന്ന് എണീറ്റിട്ട് ഇയാളെ മാടി വിളിച്ചു. മാടി വിളിച്ചപ്പോ ഇയാളെ മനമില്ല മനസ്സോട് കൂടിയാണെങ്കിലും പോയി നോക്കി. റസൂലുള്ളാഹിന്റെ കൂടെ അങ്ങനെ പിന്നെ ആരിക്കുന്നു? കാന്തപുരം ഉസ്താദ്. കാന്തപുരം പോയിട്ട് ഏത് പുരാണെങ്കിലും ആ ബൈക്കിലേക്കും റസൂലുള്ളാഹിന്റെ ഖബറിന്റെ കൂടെ ഇങ്ങനെ കടന്നു പോവാന്നല്ലാതെ ആർക്കെങ്കിലും അവിടെ നിൽക്കാനോ ഇരിക്കാനോ അവസരം കൊടുക്കാറുണ്ടോ? പോലീസുകാരെ കണ്ടാൽ മുട്ടൂലേ? ഒരിക്കത്തെ കാന്തപുരം. എന്നിട്ട് ചെന്നിട്ട് അവിടെ ഇയാളുടെ അരികിൽ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ അരികിൽ കാന്തപുരം ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതോട് തീർന്നിട്ടില്ല. ഈ കഴിഞ്ഞ കുറച്ചു മുമ്പ് അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ബുഷിനെ എവിടുന്ന് ഒരു ചെരുപ്പോട് കയറിയാണ്. ഈ ചെരുപ്പോട് ഏറെ വിട്ട് വന്ന് ഈ പറഞ്ഞ കുണ്ടൂർ ഉസ്താദ് നേരത്തെ പ്രവചിച്ചിട്ടുണ്ട്. നമ്മളെ പരപ്പനങ്ങാടി പഠിക്കുന്ന പരിപാടിയാണ്. ജയലളിത ജയിച്ചിട്ടാണ് ഞാൻ പ്രവചിച്ചെന്ന് പറഞ്ഞ് പറയാറുള്ളത്. പിന്നെ രാജീവ് ഗാന്ധി മരിച്ചപ്പോ ഞാൻ പ്രവചിച്ചിരുന്നു നേരത്തെ പറഞ്ഞല്ലോ എന്ന് പറയും. അങ്ങനെ പ്രവചിക്കാറുണ്ട്. ഇവിടെ ബുഷിന് ഏറെ കിട്ടും ഞാൻ മുമ്പേ പ്രവചിച്ചിട്ടുണ്ട്. ആരെ? കുണ്ടൂർ ഉസ്താദ്. അത് മുമ്പ് എഴുതി ഒപ്പിട്ട് വെച്ചിട്ടുണ്ട് പോലും ആ ഭാഗത്ത്. കുണ്ടൂർ ഉസ്താദിന് ഇഷ്ടംപോലെ കറാമത്ത് അറിയുന്നവരാണ് ഈ നാട്ടിലുണ്ട്. ഇപ്പം ബുഷിന് ചെരുപ്പോണ്ട് കയറിയിട്ടിട്ട് കിട്ടിയ ഉടനെ അതൊരു മുഴുവൻ ദ്വീപിന്ന് വിളിച്ചിക്കണോ, ഇതാ ഇന്റെ അടുത്ത്
ബഹുമാനപ്പെട്ട കുണ്ടൂർ ഉസ്താദ് എഴുതി തന്ന ഒപ്പിട്ട ഒരു കടലാസുണ്ട്. ഞാനത് അങ്ങോട്ട് ദർഗയ്ക്ക് കൊടുന്നേരാന്ന് എന്നിട്ട് അറിയിച്ചിരുന്നു. എന്തായിരുന്നത്? കുണ്ടൂർ ഉസ്താദ് വഫാത്തായപ്പോ ഇന്നലല്ലേ ബുഷിന് ചെരുപ്പോട് കയറിട്ടിയത്? കുണ്ടൂർ ഉസ്താദ് അന്ന് എഴുതി കൊടുത്തതാ. ഒരു ദിവസം ബുഷിന്റെ എന്തോ പ്രശ്നം ഈ മൊയിലേര് പറഞ്ഞപ്പോ ബുഷ് നീതനാണ്, അവന് ചെരുപ്പ് കൊണ്ട് കയറി കിട്ടും. എന്നിട്ട് കുണ്ടൂർ അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഒപ്പ്. അങ്ങനത്തെ ഒയ്ബറിയുന്ന മനുഷ്യൻ. അപ്പോ ബുഷിന് ഏറ് കിട്ടുമെന്ന് കുണ്ടൂർ ഉസ്താദ് മുമ്പ് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്, ഒപ്പുണ്ട്. ഞാൻ പറയും, മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന ഈ ആളുകൾക്ക് കളവ് പറയുക എന്നതിന് ഒരു ലൈസൻസും ഇല്ലാത്ത അവസ്ഥയ്ക്ക് തീർന്നിട്ടില്ല. ആന്തപുരം ഉസ്താദിന്റെ തൊപ്പിന്റെ ഉള്ളില് റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ അടയാളം. ഈ ആഷിഖായിരുന്നു കുണ്ടൂർ ഉസ്താദ്. എത്ര ഇഷ്കിന്റെ കവിതകൾ. പച്ചക്കുബ്ബ നോക്കിക്കൊണ്ട് ഞാൻ മദീനത്ത് റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് കുണ്ടൂർ ഉസ്താദിനോട് ദ്വാരക്കാൻ വേണ്ടി പറഞ്ഞു. ആ ടീമിൽ അതിന്റെ മുഖം തന്നെ മാറി. എന്നെ റസൂലുള്ളാഹി നിങ്ങളുടെ ഖുബ്ബയിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഒരു ബേജാറിന്റെ ശൈലിയിൽ, എന്താ നീ ചെയ്യുന്നത്? റസൂലുള്ളാഹിന്റെ മുമ്പിൽ നിന്ന് എന്നോട് ദ്വാരക്കാൻ പറയേ, കയ്യമുത്ത് ചെയ്യരുത്, അത് ചെയ്യരുത്, അള്ളാഹുവിന്റെ റസൂൽ മുമ്പ് അത് ചെയ്യരുത് എന്നാണ് എന്നോട് സൂചിപ്പിച്ചത്. ഭയങ്കര ആശിഖായിരുന്നു. ആ പച്ചക്കുബയിലേക്കൊക്കെ നോക്കിക്കൊണ്ട് ചൊല്ലിയ കവിതകൾ. ഒരു ദിവസം മദീന റൂമെന്ന് ഞാൻ ഇങ്ങോട്ട് പള്ളിയിലേക്ക് വരാം. അപ്പണ്ട് ഒരു വലിയൊരു സംഘം നീങ്ങുന്നു. അവർ നീങ്ങുന്നത് അറിയുന്നില്ല, അത്രയും മെല്ലെ മെല്ലെ മെല്ലെയാണ് പോകുന്നത്. എത്ര ബഹുമാനത്തിൽ, എത്ര അകലെന്നാണ് ഈ ബഹുമാനം കാണിക്കുന്നത്. ഒപ്പമുള്ള ഹാജിമാര് മെല്ലെ മെല്ലെ നീങ്ങുന്നത് അറിയുന്നില്ല. ഞാൻ അങ്ങ് ദൂരന്നു നടന്ന് എന്റെ സാധാരണ നടന്നിട്ട് അവരെടുത്ത് എത്തുമ്പോൾ അവർ അല്പം നീങ്ങിയിട്ടുള്ളൂ. അപ്പൊ നോക്കുമ്പോ യാസീൻ ഗ്രൂപ്പ് മുന്നിലേക്ക് എന്ന് ഞാൻ കുണ്ടൂർ ഉസ്താദായിരിക്കും മുന്നിലുണ്ടാകുക. അതാണ് ആ നടത്തം. അങ്ങനെ അത്രയും ബഹുമാനമാണ്. മദീന ഭൂമിയെ തന്നെ ബഹുമാനമാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് ബന്ധപ്പെട്ട സാധനങ്ങളെ ബഹുമാനിച്ചിട്ട് അതിനും പറമ്പില്ല സഹോദരന്മാരെ. എങ്ങനെയും ബഹുമാനിക്കാം. അതല്ലേ അള്ളാഹുവിന്റെ റസൂലിന്റെ സാധനങ്ങളിൽ, എന്നല്ല ഒരു മനുഷ്യൻ ഉപയോഗിക്കുന്ന സാധനങ്ങളിൽ ഏറ്റവും താഴ്ന്നത് ഏതാണ്? അയാളുടെ ചെരുപ്പ. ആ ചെരുപ്പല്ലേ തലയിൽ പേറി നടക്കുന്നത് നമ്മുടെ നേതാക്കന്മാർ. എ പി ഉസ്താദിന്റെ തൊപ്പിയെടുത്ത് നോക്ക്, ആ ചെരുപ്പിന്റെ ചിത്രം കാണാം. ഉള്ളാട്ടങ്ങൾ പാപ്പാന്റെ തൊപ്പിയെടുത്ത് നോക്ക്, ആ ചെരുപ്പിന്റെ ചിത്രം കാണാം. അപ്പോ ഇവരുടെയൊക്കെ തൊപ്പിന്റെ ഉള്ളില് റസൂലുള്ളാഹിന്റെ ചെരുപ്പിന്റെ ചിത്രമാണ്. എന്താ പറഞ്ഞുവിടാത്തത്? എന്തും പറയാം, തീർന്നില്ല. വേറൊരാൾ അയാൾ ഈ കെ സുന്നിന്റെ എ പി സുന്നിക്ക് മാറാൻ